അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പലഹാരമാണ്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനു വേണ്ടിയിട്ട് 250 ml കപ്പിന് 1 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ സാധാരണ നമ്മൾ പുട്ട്, ഇടിയപ്പം, അപ്പത്തിനും ഒക്കെ പത്തിരിക്കൊക്കെ എടുക്കുന്ന പച്ചരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കണം. ഇത് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ പച്ചരി നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഇതുപോലത്തെ ഒരു അരിപ്പ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ പച്ചരി വെള്ളത്തോടു കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഈ അരിപ്പ മാറ്റാം. എന്നിട്ട് വേറൊരു ബൗള് വെച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ച ബൗള് മാറ്റിയിട്ട് വേറൊരു ബൗള് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ പച്ചരിയുടെ ഈർപ്പമൊക്കെ പോയിട്ട് ഒട്ടും ഈർപ്പമൊന്നുമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. ഒന്നിൽ ഒരു കോട്ടൺ തുണിയിൽ ഈ പച്ചരി ഒന്ന് വിരിച്ചിടുകയോ അല്ലെങ്കിൽ ഫാനിന്റെ കീഴിൽ വെച്ചു കൊടുക്കുകയോ ചെയ്യുക. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഈ അരിപ്പയിൽ ഇങ്ങനെ വെച്ചിരുന്നാൽ മുഴുവനും ഈർപ്പമൊക്കെ മാറി പച്ചരി ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. പച്ചരിയുടെ ഈർപ്പമൊക്കെ മാറി ഒട്ടും നനവൊന്നുമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. ഈർപ്പമൊന്നുമില്ലാത്ത ഈ പച്ചരി ഇനി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ പച്ചരിയുടെ നിറം ഒന്നും മാറാത്ത രീതിയിൽ ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പൊ അരി വറുക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് ആയി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഈ പാൻ നല്ല ചൂടായത് കൊണ്ട് പാനിൽ തന്നെ വെച്ചിരുന്നാൽ അരി കുറച്ചും കൂടെ ബ്രൗൺ ആയി പോവും. അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ വറുത്തെടുത്ത പച്ചരിയുടെ ചൂടെല്ലാം മാറിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് ഈ പച്ചരി ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ചരിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചെറിയ ജാറിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഇനി പച്ചരി നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഈ ഒരു രീതിക്കാണ് പൊടിഞ്ഞ് കിട്ടിയത്. അപ്പൊ എത്രത്തോളം നമുക്ക് പൊടിക്കാൻ പറ്റുന്നോ അത്രത്തോളം ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി പൊടിച്ചെടുത്ത പച്ചരി ഇതുപോലത്തെ ഒരു അരിപ്പയിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പൊ ചെറിയ ഹോളുള്ള അരിപ്പയിലിട്ടാണ് ഇത് അരിച്ചെടുക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, ചെറിയ കുഞ്ഞു തരികള്. ഇത് മാറ്റാം. ഇനി നമ്മൾ അരിച്ചെടുത്ത മാവില് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോ 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഉപ്പും മാവും എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം കൂടിയുണ്ട്. നമ്മൾ എടുക്കുന്ന ഓരോ അരിപ്പൊടിക്കും, നമ്മൾ വറുത്ത് കൊടുത്ത അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. ഇനി ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമൊന്നുമില്ല, സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരും. കുറച്ച് സമയം ഇതൊന്ന് മൂടി വെക്കാം. ഇപ്പൊ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, മാവ് നല്ലതുപോലെ ഒന്ന് കുറുകി നല്ലോണം സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഈ ഒരു പരുവത്തിന് വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 2 പച്ചമുളകും എരിവില്ലാത്ത മുളകായത് കൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പൊ അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. ചെറിയ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു ചെറിയൊരു പച്ചമുളക് ഇട്ടാലും മതി. ഇനി ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഇനി ഒരു ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാം
ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബാറ്റർ. ഇനി ഇതിലേക്ക് 2 നുള്ള് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യമേ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ആയിരുന്നു ഉപ്പ്. ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ ബാറ്റർ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു അരിവാലയാണ്. കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ ഒരു കുക്കറിന്റെ പകുതിയോളം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. കുക്കറില്ലാന്നുണ്ടെങ്കിൽ അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിന് അരഭാഗത്തോളം വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇനി നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത അരിവാല ഇതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഈ അരിവാല നല്ലതുപോലെ ഒന്ന് ചൂടാവണം. ഫ്ലെയിം കൂട്ടി തന്നെ വെച്ച് കൊടുക്കുക. ഇപ്പൊ അരിവാല ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത ബാറ്റർ നല്ലതുപോലെ ഒന്ന് കലക്കിയതിന് ശേഷം 1 സ്പൂൺ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് പരത്തി കൊടുക്കാം. ഇപ്പൊ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. എത്രയാണോ വലിപ്പം വേണ്ടത് അനുസരിച്ച് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പൊ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെന്തിട്ടുണ്ടോ എന്ന് തുറന്നു നോക്കാം. അപ്പൊ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല ഡ്രൈ ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. ഇപ്പൊ കണ്ടില്ലേ, ഒട്ടും ഒട്ടിപ്പിടിക്കോ പൊടിഞ്ഞോ ഒന്നും പോയിട്ടില്ല. ഇതാ കറക്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വീണ്ടും അരിവാലയിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയം, നമ്മൾ ഈ മാവ് ഒഴിക്കുമ്പോൾ ഈ ഹോളിൽ കൂടെ അകത്തോട്ട് പോവില്ലേന്ന്. അകത്തോട്ട് പോവില്ല. അരിവാല നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ചൂട് കൊണ്ട് തന്നെ ആ മാവ് അവിടെ തന്നെ ഇരുന്നോളും, താഴോട്ട് അങ്ങ് പോവില്ല. സ്പൂണ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് മാവ് എടുക്കുക. എന്നിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഇപ്പോൾ ഇതാ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പൊ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി നമ്മുടെ പലഹാരം ഈ അരിവാലയിൽ നിന്ന് ഇളക്കി മാറ്റാം. നല്ല ഈസി ആയിട്ട് ഇത് ഇളകി വരുന്നുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിക്കോ പൊടിഞ്ഞോ ഒന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അടിഭാഗമൊക്കെ കണ്ടല്ലോ. അപ്പൊ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട്. ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പൊ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെള്ള എള്ളും കൂടി ഇട്ട് കൊടുക്കാം. വെള്ള എള്ള ഉണ്ടെങ്കിൽ വെള്ള എള്ള എടുത്താൽ മതി, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് പൊടിച്ച മുളക് ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 നുള്ള് കായപ്പൊടി. കൂടി പോകരുത്. നേരത്തെ നമ്മൾ പലഹാരത്തിൽ കായപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് 2 നുള്ള് ഇട്ടെടുത്താൽ മതി. എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വേണം വെച്ച് കൊടുക്കുക. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇളക്കി കൊടുക്കുക. നമ്മുടെ പലഹാരം ഇട്ട് ഒന്ന് മൊരിച്ചെടുക്കുക. ഓരോ പാനിനനുസരിച്ച് എത്ര വേണമെങ്കിലും വെച്ച് കൊടുക്കുക. അപ്പോൾ 2 എണ്ണമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഫ്ലെയിം കുറച്ച് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡും ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഫ്ലെയിം കുറച്ച് വേണം വെച്ച് കൊടുക്കുക. അപ്പോൾ 2 സൈഡും ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് പാനിൽ നിന്ന് നമുക്ക് മാറ്റാം.
ഇപ്പൊ നമ്മുടെ പലഹാരം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് ഉഗ്രൻ ടേസ്റ്റുമാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ തന്നെ ഡിന്നർ ആയിട്ടോ ചായ പലഹാരമായിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. വേറെ ഒരു കറിയുടെയോ സോസിന്റെയോ ഒന്നും തന്നെ ആവശ്യമില്ല. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒരു പലഹാരമാണ്. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കാൻ മടിപ്പിടിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ആയതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. പുറത്ത് മൊരിഞ്ഞും ഇതിന്റെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആണ്. കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റുമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്